മിസ് വർഗീസ്, അപ്പന് സുഖം തന്നെയല്ലേ? യെസ്, ഹിസ് ഫൈൻ. തൻ്റെ പേര് ഞാൻ മറന്നുപോയി. യുവർ ക്രിസ്ത്യൻ നെയിം ഐ മീൻ. എൻ്റെ പേര് ഹിൽഡ. ഹിൽഡ വർഗീസ്. എന്നാൽ ഇനി എനിക്ക് ഹിൽഡ എന്ന് വിളിക്കാമല്ലേ? ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാൻ വന്നതാണോ? പഠിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇവിടെ എത്ര നാളുണ്ടാവും? കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മിസ്റ്റർ ആൽബർട്ട് സാംസൺ, യെസ്. താങ്കൾ വലിയൊരു മറവിക്കാരനാണല്ലേ? ഞാനോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അന്നവിടെ നടന്നതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ പോലും താങ്കൾ തയ്യാറാവുന്നില്ലല്ലോ. എവിടെ? അങ്ങ് സ്നോഡയില്ലോ? അവിടെ എന്ത് നടന്നു? ഗോപുരത്തിന്റെ പണി പൂർത്തിയായപ്പോ അവിടെ എന്തൊരു ഉത്സവമായിരുന്നു. അതെ, ആ ദിവസം എനിക്ക് മറക്കാനേ കഴിയില്ല. നിങ്ങൾ മറക്കുകയില്ലല്ലേ? നിങ്ങളിൽ നിന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. പള്ളിപ്പറമ്പിൽ സംഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വിദ്യാർത്ഥിനികൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു. കൈകളിൽ കൊടികൾ ഏന്തിയിരുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. വെള്ളയും മഞ്ഞയും കൊടികൾ. അപ്പോൾ അങ്ങ് ഗോപുരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുകളറ്റത്തേക്ക്. അങ്ങയുടെ കയ്യിൽ ഒരു കൂറ്റൻ പുഷ്പചക്രമുണ്ടായിരുന്നു. ആ പുഷ്പചക്രം അങ്ങ് ഗോപുരത്തിന് മുകളിൽ കൊളുത്തിയിട്ടു. അക്കാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു, ഒരു പഴഞ്ചൻ ആചാരം. ഗോപുരത്തിന് മുകളിൽ നിൽക്കുന്ന അങ്ങയെ താഴെ നിന്നും നോക്കുന്നത് കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു. അയ്യോ, അദ്ദേഹത്തിന് കാലിടറിയാലോ? ആ രാജശില്പിക്ക്. അതെ, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ആ വെള്ളവസ്ത്രം ധരിച്ച പിശാചുക്കളിലൊന്ന് എൻ്റെ നേരെ കൂക്കി വിളിച്ചു. എന്നിട്ട് ആ കൊടി എൻ്റെ നേരെ ആഞ്ഞു വീശി. പെട്ടെന്ന് ഞാൻ താഴേക്ക് നോക്കി. എന്തൊരു ഭയാനകമായ കാഴ്ച! ആ കാഴ്ചയിൽ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ആ കൊച്ചു പിശാച് ഞാനായിരുന്നു.